ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരും എഗ്ഗാണ്. ഇത് എഗ്ഗ് ഉപയോഗിക്കാതെ പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ. അതിനാദ്യം വേണ്ടത് ഉഴുന്നാണ്. എഗ്ഗിൻ്റെ പകരമാണ് നമ്മൾ ഉഴുന്നെടുക്കുന്നത്. പിന്നെ ഉഴുന്ന് എത്ര എടുക്കണോ അതിൻ്റെ ഹാഫ് ആയിരിക്കണം ഉലുവ എടുക്കേണ്ടത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാൻ. കാരണം നമ്മൾ ഇതിൽ സോക്ക് ചെയ്യണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ അത് വാഷ് ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഇതങ്ങനെ തന്നെ ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ഇടുക കേട്ടോ. കാരണം എഗ്ഗ് ഇപ്പം ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എഗ്ഗ് എടുക്കാറില്ല. അപ്പം നമുക്ക് എഗ്ഗ് യൂസ് ചെയ്യാത്തവർക്ക് എഗ്ഗിൻ്റെ അതേ ബെനിഫിറ്റ് തന്നെയാണ് ഉഴുന്നിനുള്ളത് കേട്ടോ. ഇനി നമ്മളിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അരച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എല്ലാവർക്കും അറിയണത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ്. പിന്നെ ഞാൻ കേശവർദ്ധിനിയുടെ ഇലയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങയില, കറിവേപ്പില, ഏത് ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പേസ്റ്റ് മാതിരി നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കണതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിൽ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിന്നെ ഉഴുന്നും ഉലുവയൊക്കെ നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് തലയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ കുറച്ച് ലിക്വിഡായിട്ട് അടിച്ചെടുത്താലേ നമുക്കിത് അരിക്കാൻ കുറച്ചും കൂടിയും ഈസി ആവുള്ളൂ. ഇത് നമുക്ക് വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഈ പാക്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല സിൽക്കി ആയിട്ട് കിടക്കും. നല്ലൊരു പാക്കാണ്. നന്നായിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഉഴുന്നും ഉലുവയും മുടി നമുക്ക് നല്ലോണം ഡ്രൈ ആക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് നല്ല ഓപ്ഷനാണ്. കാരണം ഡാൻഡ്രഫ് മാറാനൊക്കെ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് തേങ്ങാപ്പാൽ എടുക്കാൻ മടിച്ചിട്ട് ഞാനിപ്പോൾ ഓയിലാണ് ആഡ് ചെയ്യണത്. ഓയിൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ ആഡ് ചെയ്യാം, കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാം, ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ആർഗൻ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ആർഗൻ ഓയിലാണ് എടുക്കുന്നത്. അത് മുടിക്ക് വളരെ സോഫ്റ്റ് നല്ല ഓയിലാണ്. അപ്പം ഞാനതൊരു 1/2 സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂണോളമൊക്കെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ പാക്കിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, ഞാൻ റോസ്മേരി എസൻഷ്യൽ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പെപ്പർമിൻറ്റും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും മുടിക്ക് നമുക്ക് സ്മെല്ലും കിട്ടും, പിന്നെ ഡാൻഡ്രഫിനൊക്കെ മാറാൻ വളരെ നല്ലതാണ്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. എന്നിട്ട് ഓയിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് വേണം ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. വെറും പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.